കാണേണ്ട ഒരു ലോകം തന്നെ കേട്ടോ. ഇത്രയും വലിയ ചെമ്പൊക്കെ വെച്ചിട്ട് പരിപാടി നടക്കുന്നത് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഉറൂസിന് തന്നെ വരണമെന്നെങ്കിലേ കാണൂ. ഒരു രക്ഷയില്ല കേട്ടോ. അത്രയും തോനെ ചെമ്പ് ചോറ് വെക്കണേയും കറി വെക്കണേയും ഒരേ ഒരു സ്ഥലം ഇപ്പം ഇവിടെ ആയിരിക്കും. ഞാനിപ്പോൾ മടവൂർ സി എം ക്യാമ്പിലാണ്. ഇവിടെ സി എം അലിയുടെ 35ാമത് ഉറൂസ് മുബാറക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഭക്ഷണ പന്തൽ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത്. വലിയ ഒരു ജനസാഗരം തന്നെയാണ് നാളെ ഇവിടെ വരാൻ പോകുന്നത്. അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ട് ഭക്ഷണപ്പുരയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ വിശേഷങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഇവിടെ വെക്കാൻ. ഫുള്ള് പുകയാണ്, നല്ല ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, കറിയിലേക്കുള്ള വായ്ക്കുലാണ് ഈ ഇറക്കുന്നത്. മത്തനൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉള്ളി മൊത്തം തോല് പൊളിച്ച് ഒക്കെ ക്ലീനാക്കി ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ടി കോൺട്രാക്ട് എടുത്ത ആളവിടെ ഉണ്ട്. അവരോടൊന്ന് കാര്യങ്ങൾ ചോദിക്കാം. ഉറൂസാണ് ഒരു 5-6 കൊല്ലം നമ്മൾ ഇത് ഏറ്റെടുത്ത് പൂർത്തീകരിച്ച് വരുന്നു. ഇവിടുന്ന് മുന്നോട്ടും പൂർത്തീകരിച്ച് ഇതും വിപുലമായി കഴിയാൻ എല്ലാവരും വേറെ ചെയ്യാം. നന്നായിട്ട് അതിന് 300 ചാക്കിനടുത്ത് കഴിഞ്ഞ പ്രാവശ്യം വെച്ചിന്. ഈ പ്രാവശ്യം ഒരു 350ഓളം പോകും വെക്കേഷൻ ടൈം ആയതുകൊണ്ട്. ഇറച്ചി ഒരു 330 കിൻഡലിന്റെ മുകളിൽ 35 കിൻഡൽ വരെ കളരാന്തി. ഫുഡ് പാകം ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതിനുള്ള തീ കൊടുക്കുന്ന ചടങ്ങാണ് നിങ്ങൾ കണ്ടുകൊടുക്കുന്നത്. എല്ലാവരും വന്നിട്ട് തീ കൊടുക്കാൻ പോവാണ്. അരി കഴുകുന്ന സ്ഥലമാണിത്. അരി മൊത്തത്തിൽ അവിടെ നിന്ന് എടുത്ത് കൊണ്ടുവന്നിട്ട് കഴുകിയിട്ട് ചെമ്പിലേക്ക് കൊണ്ടുപോയി ഇടുന്നത് ഇവിടെ നിന്നാണ്. ഇവിടെ ഒരാൾക്കും തന്നെ ഒരു സെക്കൻഡ് പോലും വെറുതെ വെക്കാൻ സമയമില്ല. എല്ലാവരും തിരക്കിട്ട പണിയിലാണ്. പച്ചമുളകൊക്കെ ഇടുന്നുണ്ട്. ഭക്ഷണം വെച്ചതിന് ശേഷം ഇതിൽ കൊണ്ടിടും. എന്നിട്ട് ഇവിടെ നിന്നാണ് വിളമ്പുന്ന ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നത്. അതിനുള്ള കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ സെറ്റ് ആക്കുന്നുണ്ട്. വിതരണം ചെയ്തിട്ടോ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കണമെന്നുണ്ടെങ്കിൽ ഈ പുകയും ചൂടിൻ്റെ ഇടയിൽ കൂടെ നടക്കണമെന്നുണ്ടെങ്കിൽ കണ്ണട നിർബന്ധം. അതുകൊണ്ട് എല്ലാവരും കണ്ണടൊക്കെ വെച്ചിട്ടുള്ള ഭക്ഷണം ഇവിടെ വെച്ചിട്ടാണ്. ക്യൂവിൻ്റെ അവസാനം ഇവിടെയാണ് കറി വെക്കാനുള്ള ഇറച്ചി കാണുന്നത്. ഉള്ളി കട്ട് ചെയ്തുകൊണ്ട് കേട്ടോ കാണാൻ പറ്റുക. ഉറൂസ് കമ്മിറ്റി ചെയർമാൻ VC റിയാസ് ഖാൻ നിങ്ങളോട് 2 വാക്ക് സംസാരിക്കും. 35ാം ഉറൂസ് മുബാറക്കിന്റെ അന്നദാന പരിപാടിക്കുള്ള ഒരുക്കങ്ങളിലാണ്. അതിൻ്റെ ഭക്ഷണ പാകം ചെയ്യുന്ന പരിപാടിയിലേക്ക് കടന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നാളെ വൈകിട്ട് 6 മണി വരെ ഈ പ്രദേശത്തെത്തുന്ന മുഴുവൻ ആളുകൾക്കും സമ്പൂർണമായിട്ട് ഭക്ഷണം നൽകുന്നതിനുള്ള സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഓരോ ഇൻഗ്രീഡിയൻസും ചേർത്തുകൊണ്ട് കേട്ടോ. ഇത്രയും കൂടുതൽ ചെമ്പ് വെച്ചുകൊണ്ട് പരിപാടി നടത്തുന്ന സ്ഥലം ഞാൻ ഏതായാലും മുമ്പൊന്നും കണ്ടിട്ടില്ല. ഇതിന്റെ പിറകിൽ ഒരുപാട് ആളുകൾ രാവും പകലും അഹോരാത്രം പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. മാങ്ങപ്പൽ കേട്ടോ കാണുന്നതാണ് ഇവിടുത്തെ മെയിൻ ഗേറ്റ് കേട്ടോ. കച്ചവടക്കാരൊക്കെ ആയിട്ട് ഫുള്ള് സജീവാട്ടോ. നാളെ വൈകുന്നേരം വരെ ഈ കണ്ടീഷനിലാണ്. നാളെ നേരം വെളുത്തു കഴിഞ്ഞാൽ നല്ല തിരക്കാവും. വലിയുള്ളയുടെ ആണ്ടാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 10 വർഷമായി ഞങ്ങളാണ് ഇവിടെ ഭക്ഷണം പാകം ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഒരു 400 ചാക്ക് അരിയോളം വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 3 ടണ്ണ് ബീഫ്, അതുപോലെ പച്ചക്കറികൾ, അങ്ങനെ നല്ലൊരു ഭക്ഷണമാണ് ഞങ്ങൾ ഇവിടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇതുവരെ ഒരു ബുദ്ധിമുട്ടും ഇതുവരെ ഞങ്ങൾ സംഭവിച്ചിട്ടില്ല. മഹാനവറുകളുടെ 35ാം ഉറൂസ് മുബാറക്കിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള അന്നദാന പരിപാടി നാളെ കാലത്ത് 6 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ ഇടതടവില്ലാതെ നടക്കുകയാണ്. അതിൻ്റെ ഒരുക്കങ്ങളാണ് എൻ്റെ പിറകിലുള്ള ഒരുക്കങ്ങൾ നിങ്ങൾ കാണുന്നത്. ഇൻഷാ അല്ലാഹ് ഏകദേശം ഒരുപാട് ആളുകൾ ഇവിടെ എത്തി തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പം ദിക്ർ ഹൽക്ക തുടങ്ങിയിരിക്കുകയാണ്. ദിക്ർ ഹൽക്കയ്ക്ക് ശേഷം ഇൻഷാ അല്ലാഹ് രാവിലെ
സുബഹി നിസ്കാരാനന്തരമാണ് നമ്മുടെ ഭക്ഷണ വിതരണം തുടങ്ങുന്നത്. ആ സമയമാവുന്ന സമയത്തേക്കും എല്ലാ ഒരുക്കങ്ങളും ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവുമെന്ന് അറിയിക്കും. മണ്ണെണ്ണൊക്കെ വെച്ച് തീ കൊടുത്തോണ്ട് കേട്ടോ. ദുബായിലാണ് ലേഡീസിന് ഭക്ഷണം കൊടുക്കുന്നത് ഇവിടെ നാട്ടുക. ഈ കാണുന്ന വഴിയാണ്. ഇത്രയും കൂടുതൽ ചെമ്പ് വെച്ചുകൊണ്ട് പരിപാടി നടത്തുന്ന സ്ഥലം ഞാൻ ഏതായാലും മുമ്പൊന്നും കണ്ടിട്ടില്ല. ഇതിന്റെ പിറകിൽ ഒരുപാട് ആളുകൾ രാവും പകലും അഹോരാത്രം പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. കറിയിലേക്കും ചോറിലേക്കുള്ള പൊടികളൊക്കെ ഈ കായാണ് കേട്ടോ സെറ്റാക്കുന്നത്. ഫുള്ള് പൊടികളും ഇവരാണ് ചെയ്ത് കൊടുക്കുന്നത്. സെറ്റാക്കിയിട്ട് ഇതാ ബക്കറ്റിലിട്ട് ഓരോ ചെമ്പിൽക്കും എത്രയാണോ അതിന്റെ ക്വാണ്ടിറ്റി എത്രയാണോ ചെയ്ത് കൊടുക്കും. കറി വെക്കാനുള്ള ഇറച്ചി ഇതാ വണ്ടിയിൽ വന്നിട്ടുണ്ട്. അരി കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കും തന്നെ ഒരു സെക്കൻഡ് പോലും വെറുതെ വെക്കാൻ സമയമില്ല. എല്ലാരും തിരക്കിട്ട പണിയാണ്. കച്ചവടക്കാരൊക്കെ ആയിട്ട് ഫുള്ള് സജീവാട്ടും. നാളെ വൈകുന്നേരം വരെ ഈ കണ്ടീഷനിലാണ് ഫുള്ള് റോഡൊക്കെ. നാളെ നേരം വിളിച്ചു കഴിഞ്ഞാൽ നല്ല തിരക്കും തിരക്കാവും. നല്ല മാങ്ങപ്പിലിട്ടുണ്ട് കേട്ടോ. ഭാഗ്യശാലികൾക്ക് 10 ലക്ഷം കാറ്, ബൈക്ക്, ഐഫോൺ, ഒട്ടനവധി സമ്മാനങ്ങൾ ലഭിക്കുന്ന ബോച്ച് ചായപ്പൊടി. ഒരു പരിപാടി ഇവിടെ നടക്കുന്നതുകൊണ്ട് ഒരുപാട് പേർക്ക് ജോലി ഉണ്ട്. കുറെ കച്ചവടങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എല്ലാ മുട്ടായി ഉണ്ട്. ഇത് കണ്ടോ, ഇത്രയും സെറ്റപ്പ് ഉള്ള പന്തല. ഇത്രയും തോന്നെ ചെമ്പ് പെടുന്ന് കത്തുമ്പോൾ ഉണ്ടാകുന്ന പുക ഒഴിവാക്കാൻ വേണ്ടിയിട്ട് 2 ലെവലായിട്ടാണ് ഇത് ചെയ്ത്. മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നവരെ ഷോർട്ട് ബ്രേക്ക്.